ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചോറൊക്കെ വെക്കുന്ന ഈ അരി വെച്ച് നമുക്ക് എങ്ങനെ എലിയെയും പല്ലിയെയും ഒക്കെ ഓടിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അരി തിന്നുന്നവരാണ് എലി വിഭാഗമൊക്കെ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ പല്ലിയെ കൂടി ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിനായി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഏതെന്നാണ് പറയാം. അപ്പോൾ അതിനായി നമുക്ക് ആവശ്യം ഒന്നാമത്തേത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. സാധാരണ സിന്തറ്റിക് വിനാഗിരി, വൈറ്റ് വിനീഗറോ ഏതെങ്കിലും വിനീഗർ എടുക്കാം. അപ്പോൾ ഞാൻ ഒരല്പം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഏകദേശം ജസ്റ്റ് ഒന്ന് ആ അരിയൊന്ന് നനയുന്നത് വരെ, ഒരുപാടൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ അരിയൊന്ന് നനയുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരയാണ് കേട്ടോ വേണ്ടത്. ശർക്കര. അപ്പോൾ ശർക്കര നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ടെടുക്കാം. ശർക്കര എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ശർക്കരയുടെ സ്മെല്ല് എവിടെ ഉണ്ടെങ്കിലും എലി വന്നത് കഴിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ശർക്കര കൂടി ഇതിലേക്കൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ശർക്കര വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഒരല്പം തേൻ ഒഴിക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റിന്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയത് ഇടാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടിയത്, അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റിന്റെ കഷ്ണം, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എലികളൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഉദ്ദേശിച്ച ആ ഒരു ഫലം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് എലി വരുന്ന ഭാഗങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എലി ഇത് വന്ന് കഴിച്ചോളൂ. പിന്നെ ആ ഭാഗത്തേക്ക് എലി വരില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ നമ്മൾ ഈ മാവ്, പ്രത്യേകിച്ച് ഈ ഗോതമ്പിന്റെ മാവ്, ശർക്കര, അതിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്ക്രബ്ബറൊക്കെ ഒന്ന് ജസ്റ്റ് മുറിച്ചിട്ട് കൊടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് ഫലം നമുക്ക് കിട്ടും. എലി ജീവനും കൊണ്ട് ഓടാൻ തന്നെ പറ്റും. പക്ഷെ ഇത് അത്ര തന്നെ ഡേഞ്ചർ അല്ല. മറ്റേതാണ് കൂടുതലായിട്ട് ഡേഞ്ചർ. എലിയുടെ ജീവൻ തന്നെ പോകാനുള്ള ഒരു കാരണമാണ്. ഇതാകുമ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എലിയുടെ ജീവൻ നഷ്ടപ്പെടാനൊന്നും കാരണം ആവില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓരോ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. എലി വരുന്ന ഇടങ്ങളിലൊക്കെയായി കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എലി വന്ന് കഴിക്കുകയും ഈ വിനാഗിരി എലിയുടെ വയറ്റിലെത്തുകയും അതുപോലെ എലിക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്യും. പിന്നെ ആ ഭാഗത്തേക്ക് എലി വരില്ല. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകൾക്കായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം നേരുന്നു.